ഹലോ, വെൽക്കം ടു മാക്സിയോൺ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 5 നമുക്ക് വരുന്ന കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഈ ഒരു പാർട്ട് വീഡിയോയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ഈസ് അനലിറ്റിക്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, അത് അനലിറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഈ പറയുന്ന എന്ത് സാറ്റിസ്ഫൈ ആവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബേസിക്കലി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, സി ആർ ഇക്വേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സി ആർ ഇക്വേഷൻ അല്ലെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറയുന്നതാണ് കോഷി റീമാൻ ഇക്വേഷൻ. അതായത് ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈയും ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സും ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. അതായത് ഒരു ഫംഗ്ഷൻ, അതായത് എഫ് എന്ന് പറയുന്ന യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും. അതാണ് നമുക്ക് ഓപ്ഷൻ എ ആണ് കോഷി റീമാൻ ഇക്വേഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കോഷി ഇൻ്റഗ്രലുമായിട്ടോ അല്ലെങ്കിൽ കോഷി ഇൻ്റഗ്രൽ ഫോർമുലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യമാണ്. ഇൻ്റഗ്രൽ ഓവർ സി 1/2z പ്ലസ് 3 ഡി സെഡ് വേർ സി എന്ന് പറയുന്നത് മോഡ് സെഡ് ഈക്വൽ ടു 2 ആണ്. മോഡ് സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മോഡ് സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് സെൻറ്റർ 0യും റേഡിയസ് 2ഉമായിട്ടുള്ള സർക്കിളിനെയാണ് നമ്മൾ മോഡ് സെഡ് ഈക്വൽ ടു 2 എന്ന് പറയാം. അപ്പോൾ മോഡ് സെഡ് ഈക്വൽ ടു 2 അതിനകത്ത് നമുക്കൊരു പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അനലിറ്റിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ഈ സർക്കിളിനകത്താണ് വരുന്നതെങ്കിൽ നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുല നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഡി സെഡ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് എ എന്നാണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ, അതായത് ഇവിടെ നമ്മുടെ ഇൻ്റഗ്രൽ കാണേണ്ട എന്താണ്, ഇൻ്റഗ്രൽ 1/2z പ്ലസ് 3 ആണ് നമുക്ക് വരുന്നത്. അപ്പം അത് അനലിറ്റിക് അല്ലാത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2z പ്ലസ് 3 ഈക്വൽ ടു 0 ആണ്. 2z പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2zൻ്റെ വാല്യൂ -3യും z ഈസ് ഈക്വൽ ടു -3/2 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 1/2z പ്ലസ് 3 ഡി സെഡ് എന്ന് പറയുന്നതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി 1 എങ്ങനെ എഴുതാം, 2 നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ z മൈനസ് 3/2 എന്ന് നമുക്ക് z മൈനസ് ഓഫ് -3/2 അല്ലെങ്കിൽ z പ്ലസ് 3/2 ഡി സെഡ് എന്ന് എഴുതാം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി 1/2 ഡിവൈഡഡ് ബൈ z മൈനസ് -3/2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു കോഷി ഇൻ്റഗ്രൽ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് സെഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 1/2 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ ഇൻ്റഗ്രൽ ഓവർ സി 1/2 ബൈ സെഡ് മൈനസ് ഓഫ് -3/2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2πi ഇൻറ്റു എഫ് ഓഫ് എ. എഫ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ഇവിടെ അനലിറ്റിക് അല്ലാത്ത പോയിന്റ് എന്ന് പറയുന്നത് -3/2 ആണ്. അപ്പം 2πi ഇൻറ്റു എന്ത് വരുന്നുണ്ടാവും, എഫ് ഓഫ് -3/2 എന്ന് വരുന്നുണ്ടാവും. അപ്പോൾ എഫ് ഓഫ് -3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് സെഡ് എന്താണ്, 1/2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2πi ഇൻറ്റു 1/2 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ πi ആയിരിക്കും വരിക. πi എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് ദ ഫംഗ്ഷൻ, അതായത് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നത് 4x പ്ലസ് 3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഹാർമോണിക്, അതായത് ഫംഗ്ഷൻ, ഇതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ഫംഗ്ഷൻ ആവുന്നത് എപ്പോഴാണ്, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആവുമ്പോഴാണ് നമുക്കൊരു ഫംഗ്ഷൻ ഹാർമോണിക് ആയിട്ട് മാറുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് 4xy പ്ലസ് 3 ആണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4yയും യു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4xും ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം യു എക്സ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0യും യു വൈ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണെങ്കിൽ മാത്രമേ അതിനൊരു ഹാർമോണിക് കോൺജുഗേറ്റ് ഉണ്ടാവുള്ളൂ. അതായത് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് എഴുതുകയാണെങ്കിൽ
യു ഹാർമോണിക് ആണെങ്കിൽ, ഈ ഒരു ഫംഗ്ഷൻ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹാർമോണിക് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിക്കാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മിൽനെ തോംസൺ മെത്തേഡ് നമുക്ക് വരുന്നുണ്ട്. മിൽനെ തോംസൺ മെത്തേഡ് പ്രകാരം എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ യു എക്സ് ഓഫ് ഇസഡ് സീറോ ഡി സെഡ് മൈനസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ യു ബൈ യു ഓഫ് ഇസഡ് സീറോ ഡി സെഡ് ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പം ഇതാണ് മിൽനെ തോംസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ യു കറസ്പോണ്ടിങ് ആയിട്ട് വിയും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കണ്ടെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം പ്രകാരം യു എക്സ് എന്ന് പറയുന്നത് 4y ആണ്. അപ്പോൾ യു എക്സ് ഓഫ് ഇസഡ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് സീറോയും എക്സിന് സെഡും വൈക്ക് സീറോയും കൊടുത്തു കഴിഞ്ഞാൽ യു എക്സ് ഓഫ് സെഡ് സീറോ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി യു വൈ ഓഫ് സെഡ് സീറോ എടുത്തു കഴിഞ്ഞാൽ എക്സിന് സെഡും വൈക്ക് സീറോയും കൊടുത്തു കഴിഞ്ഞാൽ 4z ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ നമുക്ക് യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, 0 ഡി സെഡ് മൈനസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ 4z ഡി സെഡ് എന്ന് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ മൈനസ് ഐ ഇൻറ്റു 4 നമുക്ക് പുറത്തെടുത്താൽ -4i എന്നൊക്കെ മാറ്റാം. ഇൻ്റഗ്രൽ ഇസഡ് ഡി സെഡ് എന്ന് വരുന്നുണ്ടാവും. അതായത് -4i ഇൻറ്റു ഇസഡിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, z²/2 ആണ്. ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -i z² ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, -i z² ആണ്. അപ്പം സെഡിന് പകരം നമുക്ക് x + iy കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ -i ഇൻറ്റു x + iy ഹോൾ സ്ക്വയർ ആയിട്ട് മാറുന്നുണ്ടാവും. അതായത് -i ഇൻറ്റു x² -y² പ്ലസ് i ഇൻറ്റു 2xy എന്ന് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ i ഇൻറ്റു 2xy എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് -ix² മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിരിക്കും, പ്ലസ് iy² -i² എന്ത് വരുന്നുണ്ടാവും, -i². ഇവിടെ നമുക്ക് 2 ഉണ്ടാവും അല്ലേ, ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ഉണ്ടാവും. അപ്പോൾ -2i എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ -2i എന്നായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും 2 ഉണ്ടാവും. -2i അതേപോലെ തന്നെ 4xy എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം 4xy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് -2 നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ -2i നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും, x² -y² എന്ന് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ x² -y² എന്ന് വരും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് x² നമുക്ക് വേണ്ട i നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2y² - 2x² ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് i² എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് +4xy എന്ന് കിട്ടും. അതായത് നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എങ്ങനെയായിട്ട് മാറും, 4xy പ്ലസ് i ഇൻറ്റു 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ y² - x² ആയിട്ട് മാറി. ഇതാണ് നമ്മുടെ u എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള v എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, നമുക്ക് 2 ഇൻറ്റു y² - x² ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ സിംഗുലാരിറ്റി ഓഫ് ദ ഫംഗ്ഷൻ sin z ബൈ z² അറ്റ് z ഈക്വൽ ടു 0 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ z ഈക്വൽ ടു 0ൽ sin z ബൈ z² സിംഗുലാരിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ സിംഗുലാരിറ്റിനെ നമുക്ക് ലോറൻസ് സീരീസുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സിംഗുലാരിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അതായത് ഒന്നാമത്തത് നമുക്ക് പവർ, സെഡിൻ്റെ പവർ നമുക്ക് എന്തുണ്ടാവും, ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷനകത്ത് സെഡിന് നമുക്ക് പോസിറ്റീവ് പവേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് പവേഴ്സ് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ പോസിറ്റീവ് പവേഴ്സ് മാത്രമാണെങ്കിൽ, ഇസഡ് ആൽഫ എന്ന് പറയുന്നത് മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ നമുക്ക് ഉണ്ടാവുന്ന സിംഗുലാരിറ്റി എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. അതായത് ഒരു പോയിന്റിൽ സിംഗുലർ അല്ല, അവിടെ നമുക്ക് സെഡിൻ്റെ പവർ നമുക്ക് എന്താണ് പോസിറ്റീവ് മാത്രമാണെങ്കിൽ നമുക്ക് റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. അതേപോലെ നമുക്ക് നെഗറ്റീവിൻ്റെ പവേഴ്സ്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവിൻ്റെ പവേഴ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് നമുക്ക് നെഗറ്റീവ് പവേഴ്സ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് പോൾ ആയിരിക്കും. ആ പോൾ എന്ന് പറയുന്നത് എത്രയാണോ നമ്മുടെ ഫൈനൈറ്റ് എലമെൻറ്റ്സ് വരുന്നത്, അല്ലെങ്കിൽ ഫൈനൈറ്റ് ഓർഡർ എത്രയാണോ വരുന്നത് ആ ഓർഡറിലുള്ള പോളായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി നെഗറ്റീവ് പവേഴ്സ് നമുക്ക് ഇൻഫൈനൈറ്റ് എണ്ണം ഉണ്ടെങ്കിൽ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഉണ്ടാവുന്ന സിംഗുലാരിറ്റിനെയാണ് നമ്മൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പം ഈ 3 കേസ്, അതായത് നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ സിംഗുലാരിറ്റി റിമൂവബിൾ ആണോ, പോളാണോ, അതേപോലെ എസെൻഷ്യൽ ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും.
അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ ആണ്. അറ്റ് സെഡ് ഈക്വൽ ടു 0ൽ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാം ആ ഫംഗ്ഷൻ സിംഗുലർ അല്ല എന്നുള്ളത്. അപ്പം ഫംഗ്ഷൻ നമുക്ക് സിംഗുലർ പോയിന്റ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? സെഡ് ഈക്വൽ ടു 0 അനലിറ്റിക് അല്ലാത്ത പോയിന്റ് ആണ്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്? ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്? സിംഗുലർ പോയിന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സൈൻ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്താണ്? സൈൻ സെഡിന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് z minus z cube by 3 factorial plus z raised to 5 by 5 factorial minus z raised to 7 by 7 factorial plus etc എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ സൈൻ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? മൊത്തം നമ്മൾ 1 ബൈ സെഡ് സ്ക്വയർ കൊണ്ട് സൈൻ സെഡിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷനെ നമ്മൾ 1 ബൈ സെഡ് സ്ക്വയർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? 1 ബൈ സെഡ് സ്ക്വയർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയായിട്ട് മാറും? അല്ലെങ്കിൽ ആ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എങ്ങനെയായിട്ട് മാറുന്നുണ്ടാവും? 1 ബൈ സെഡ് മൈനസ് സെഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് ക്യൂബ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് സെഡ് റേസ് ടു 5 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോകുന്നുണ്ടാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് സെഡിൻ്റെ പോസിറ്റീവ് പവേഴ്സും ഉണ്ട്, നെഗറ്റീവ് പവേഴ്സും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് പവേഴ്സിൽ നമുക്ക് ആകെയുള്ളത് ഒരു ടേം മാത്രമാണ് 1 ബൈ സെഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തായിരിക്കും? ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആയതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ഈ സിംഗുലാരിറ്റി എന്തായിരിക്കും? പോളായിരിക്കും. അവിടെ നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിൽ നമുക്ക് ഒരു ഓർഡർ മാത്രം, നെഗറ്റീവ് പവേഴ്സിൻ്റെ ഓർഡർ 1 ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? പോൾ ഓഫ് ഓർഡർ 1 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ പോൾ ഓഫ് ഓർഡർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിമ്പിൾ പോൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സിംഗുലാരിറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഈ കോഷി ഇൻ്റഗ്രലും അതേപോലെ കോഷി റീമാൻ ഇക്വേഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്